അല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ മാറ് മറക്കണം, ഈ മറ്റേ ബ്ലൗസ് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവന്മാര് തിരിച്ചു പോയിട്ട് ഇവന്മാർ ഇതെല്ലാം ഊരി കളഞ്ഞു. അതെന്താന്നറിയോ ബ്രോ, അത് ആജ്ഞാപിച്ചാണ് അങ്ങനെ നിൽക്കുന്നത്. അവരുടെ ജീവിതം അവരെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. തിരിച്ചു പോയിട്ട് അത് ചെയ്യുന്ന അവിടെ അത് ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഇന്ന് ഇഷ്ടത്തിനനുസരിച്ചാണ് മാറ് തുറക്കുന്നത്. അന്ന് പറഞ്ഞാൽ മാറ് നിർബന്ധമായിട്ടും തുറപ്പിക്കുകയായിരുന്നു. അന്ന് അടക്കുക എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതാണ് ആകത്തുക എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ലോജിക്ക് കറക്റ്റ് ആണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് പല കുട്ടികളും സ്വന്തം ഇഷ്ടപ്രകാരം എന്ന രൂപത്തിൽ ശരീരം പ്രദർശിപ്പിക്കുന്നു, നഗ്നത പ്രദർശിപ്പിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് തന്നെ ഇൻഡസ്ട്രിയൽ വജൈന പോലെയുള്ള പുസ്തകങ്ങളിലൂടെയൊക്കെ ഷീല ജഫ്രീസിനെ പോലെയുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ചോയ്സ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അവരുടെ ചോയ്സ് അല്ല. അവിടെ ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട്. ഇത് അന്നും പ്രഷർ നടക്കുന്നുണ്ട്, ഇന്നും പ്രഷർ നടക്കുന്നുണ്ട്. അന്നത്തെ ഫോഴ്സ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ആണ്. അന്ന് നടത്തിയത് കുറച്ച് പുരുഷ മേൽക്കോയ്മുള്ള ആളുകൾ അവർ ആ എല്ലാ സ്ത്രീകളെയും സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മാറ് തുറക്കാൻ പറഞ്ഞു, സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പറഞ്ഞു. അവർക്ക് അറിയുന്ന ഭാഷയിൽ അവർ നിർബന്ധിച്ചു. ഇന്ന് അങ്ങനെ പറ്റൂല. എന്നാൽ ഇന്നും അതേപോലെ പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്, അവർക്ക് കാണാനുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ട്. ആ പഴയ ഭാഷ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ പുതിയ ഭാഷയിൽ അത് അവതരിപ്പിക്കുന്നു. അവതരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് നടക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിരിക്കണം, അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അങ്ങനെ ആയിരിക്കണം നിങ്ങളെന്ന് അവരോട് പല രീതിയിൽ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നു, സിനിമകളിലൂടെ പറയുന്നു, ഹീറോയിനെ പ്ലേസ് ചെയ്തിട്ട് പറയുന്നു. നേരിട്ട് വന്നിട്ട് ഈ ഹീറോയിനെ പോലെ ആവണമെന്ന് പറയില്ല. നിരന്തരം പല സിനിമകളിലൂടെയും പല രൂപത്തിലും എന്ത് ചെയ്യുന്നു, ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. പരസ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇതാണ് സൗന്ദര്യത്തിന്റെ മൂർത്തി രൂപം, ഇങ്ങനെ ആവലാണ് ബെസ്റ്റ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ലോകത്തൊക്കെ ഈവൻ ടീനേജ് ഗേൾസിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ളതാണ് ഈ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സ്വന്തം ഇമേജിനെ കുറിച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ. കാരണം എന്താ, ഇവർ ഈ ഐഡിയൽ ആയിട്ട് കാണുന്നത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡാണ് സെറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മാറ്റുന്നു, ലൈഫിൽ പ്രയാസമാക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുക, സർജറികൾ ചെയ്യുക, അൺഹെൽത്തി ഡയറ്റുകൾ ഫോളോ ചെയ്യുക. എന്തിന്? ആണിന്റെ കണ്ണിന് പ്ലീസിംഗ് ആകുന്ന രീതിയിൽ. പല പെൺകുട്ടികളൊക്കെ പറയുന്നത് ഞങ്ങൾ ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, കോൺഫിഡൻസിന് വേണ്ടിയാണ്. നമ്മൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആണുങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ല. നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾ സ്വയമാണ് കൺട്രോൾ ചെയ്യുന്ന വിചാരിക്കരുത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതിനെ ബാക്ക് ചെയ്യുന്ന അൽഗോരിതം അവിടെ കിടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ അവിടെ കിടക്കുന്നുണ്ട്, വലിയൊരു സ്ട്രക്ചറും സിസ്റ്റം അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, ഒരു കുറുക്കന് കോഴിയെ തിന്നണം. മുമ്പുള്ള കുറുക്കന്മാരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നേരെ വന്നിട്ട് കോഴികളെ പിടിക്കുക. പിന്നെ ഇപ്പം അങ്ങനെ കോഴികളെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം കുറുക്കന്മാർ ചെയ്യുന്നത് വെച്ചാൽ കോഴിൻ്റെ അടുത്ത് വന്നിട്ട് പറയും കോഴികൾക്ക് ശാക്തീകരണം വേണം. ഈവൻ കുറുക്കന്മാരുടെ ഗുഹയിലേക്ക് അടക്കം പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ശാക്തീകരണമാണ് നമുക്ക് വേണ്ടത്. വളരെ പിന്നെ ബ്രേവ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറുക്കന്റെ ഗുഹയിലേക്ക് പോകുന്നു. അത്ര സ്വൈര്യവികാരത്തോടു കൂടി നമുക്ക് നടക്കാൻ സാധിക്കുന്നു. ആണ് നമ്മൾ സ്വപ്നം കാണുന്നൊക്കെയാണ്. കോഴികൾ എന്തായാലും എനിക്ക് വേണ്ടി കുറുക്കച്ചേട്ടൻ സംസാരിക്കുന്നത്. എന്റെ മൈ ചോയ്സ്, മൈ ബോഡി, മൈ ചോയ്സ്.